എല്ലാവർക്കും ഗിറ്റാർ നോട്ട്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഗിറ്റാറിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ആ ക്ലാസ്സിൻ്റെ ആദ്യത്തെ സി മേജർ റൂട്ട് നോട്ട് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാം. ആ സി മേജർ റൂട്ട് നോട്ടിൽ എങ്ങനെയാണ് ഗിറ്റാർ വായിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിലും നമുക്കെല്ലാം അറിയാം, മൊത്തം നമുക്ക് 6 സ്ട്രിങ്ങുകളാണുള്ളത്. അത് നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് നോക്കുന്നത്. ആദ്യത്തെ ഏറ്റവും താഴെയുള്ള സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇ ആണ്. അതിൻ്റെ മേളിലുള്ളത് ബി ആണ്. അടുത്ത അതിൻ്റെ മേളിലുള്ളത് ജി ആണ്. അടുത്തുള്ളതാണെന്നുണ്ട് ഡി ആണ്. അടുത്ത് അതിൻ്റെ മേലുള്ളത് ഇ ആണ്. അതിൻ്റെ മേലുള്ളത് എ ആണ്. അതിൻ്റെ ഏറ്റവും മേലുള്ളത് ഇ ആണ്. ഇങ്ങനെയാണ് സ്ട്രിങ്ങിനെ കണക്കാക്കി വെക്കുന്നത്. അപ്പം നമുക്ക് ഈ സ്ട്രിങ്ങുകളെ പറ്റി ഞാനൊന്ന് പറഞ്ഞു. നമുക്കിനി അടുത്ത ഈ നോട്ട്സ് എങ്ങനെയാണ് ഗിറ്റാറിൽ വായിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സി മേജറിൻ്റെ റൂട്ട് നോട്ട് വായിക്കുമ്പോഴത്തേക്കും നമ്മൾ തുടങ്ങുന്നത് രണ്ടാമത്തെ മേലെന്ന രണ്ടാമത്തെ സ്ട്രിങ്ങിൽ എ എന്ന സ്ട്രിങ്ങിൽ അതിൽ അതിൻ്റെ മൂന്നാമത്തെ ഫ്രെറ്റിൽ നമ്മൾ നമ്മുടെ ഫിംഗർ വെക്കുന്നു. അപ്പോൾ എ എന്ന സ്ട്രിങ്ങിൽ അതിൻ്റെ മൂന്നാമത്തെ ഫ്രെറ്റിൽ നമ്മൾ നമ്മുടെ ഫിംഗർ വെക്കുന്നു. ആ ഫിംഗർ വെച്ചിട്ട് നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഗിറ്റാർ പിക്ക് ഉപയോഗിച്ച് നമ്മൾ സ്ട്രം ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഒന്ന് സ്ട്രം ചെയ്യുന്നു. അപ്പോൾ ആ നോട്ട് അവിടെ കിട്ടുന്ന നോട്ട് എന്ന് പറയുന്നത് നമുക്ക് സി എന്ന നോട്ട് നമുക്കവിടെ കിട്ടും. അവിടെ കിട്ടിയ നോട്ട് എന്നത് സി എന്ന നോട്ടാണ് നമുക്കവിടെ കിട്ടിയത്. ഞാനൊന്നുകൂടി പറയാം. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് രണ്ടാമത്തെ സ്ട്രിങ് എന്നത് എ എന്ന സ്ട്രിങ് ആണ്. ആ എ എന്ന സ്ട്രിങ്ങിൽ നമ്മൾ അതിൻ്റെ മൂന്നാമത്തെ ഫ്രെറ്റിൽ നമ്മൾ നമ്മുടെ ഫിംഗർ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്ട്രം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ നോട്ട് എന്നത് സി എന്ന നോട്ട് നമുക്കവിടെ കിട്ടും. അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ നോട്ട് എന്നത് ഡി ആണ്. സി കഴിഞ്ഞാൽ നമുക്കറിയാം ഡി ആണ് കിട്ടേണ്ട നോട്ട്. അപ്പോൾ ഡി എന്ന നോട്ട് അടുത്ത നേരെ താഴെയുള്ള സ്ട്രിങ് ആയ ഡിയിലാണ് ഉള്ളത്. ആ ഡി നമുക്ക് കിട്ടുന്ന നോട്ട് അത് പുറത്താണ് അത് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഡി ഓപ്പൺ ആണ്. ഓപ്പൺ ആയതുകൊണ്ട് നമ്മളതിൽ ഫിംഗേഴ്സ് ഒന്നും തൊടാതെ തന്നെ നമ്മൾ ആ നോട്ട്സ് നമ്മൾ വായിക്കും. അപ്പോൾ നമുക്ക് കിട്ടും ഡി എന്ന് കിട്ടും. അപ്പോൾ ഞാനൊന്നുകൂടി പറയാം. നമ്മൾ സി വായിച്ചു, സി ഡി. ഒന്നുകൂടി പറയാം, സി ഡി. ഒന്നുകൂടി പറയാം, സി ഡി. ഇനി അടുത്ത നമ്മൾക്ക് കിട്ടുന്ന നോട്ട് നമുക്ക് ഇവിടെ തന്നെ ഈ ഡി എന്ന സ്ട്രിങ്ങിൽ നമുക്ക് രണ്ടാമത്തെ ഫ്രെറ്റിൽ ഇ എന്ന നോട്ട് അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫ്രെറ്റിൽ നമ്മുടെ ഫിംഗർ വെച്ച് കഴിഞ്ഞിരുന്നാൽ നമുക്ക് കിട്ടുന്നത് ഫിംഗർ സെക്കൻഡ് നമ്മുടെ മിഡിൽ ഫിംഗർ അത് വെക്കുമ്പോൾ നമ്മൾ സ്ട്രം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നോട്ട് എന്നത് ഇ എന്ന നോട്ട് നമുക്കവിടെ കിട്ടും. ഇ എന്ന നോട്ട് അവിടെ കിട്ടും. ഒന്നുകൂടി ഞാൻ പറയാം. ഡി എന്ന സ്ട്രിങ്ങിൽ അത് നമ്മൾ ഫിംഗർ ഒന്നും അതിൽ പ്രസ് ചെയ്യാതെ നമ്മൾ അതിനെ സ്ട്രം ചെയ്താൽ നമുക്ക് കിട്ടുന്ന നോട്ട് എന്നത് നമുക്ക് ഡി എന്ന നോട്ട് കിട്ടും. ഒന്നുകൂടി ഞാൻ ആദ്യത്തെ ഒന്നുകൂടി പറയട്ടെ. നമ്മൾ സെക്കൻഡ് സ്ട്രിങ്ങിൽ നമ്മൾ മൂന്നാമത്തെ ഫ്രെറ്റിൽ
നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്ട്രം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സി എന്ന നോട്ട് കിട്ടും. അടുത്ത തേർഡ് സ്ട്രിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഡി എന്ന സ്ട്രിങ്ങിൽ നമ്മൾ ഓപ്പണായിട്ട് ഫിംഗേഴ്സിനെ വെച്ചിട്ട് നമ്മൾ സ്ട്രം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നോട്ട് എന്ന് പറഞ്ഞാൽ ഡി എന്ന നോട്ട് കിട്ടും. അടുത്ത ഡി കഴിഞ്ഞിട്ട് അടുത്തുള്ളത് ഡിയുടെ ഷാർപ്പ് നോട്ടാണ്. അപ്പോൾ ഡി ഷാർപ്പ് നമുക്കിവിടെ ആവശ്യമില്ല, ഇപ്പോൾ വേണ്ട. നമുക്ക് നമ്മൾ ഡിയുടെ അടുക്കൽ കിടക്കുന്ന നോട്ട് എന്നത് ഇ ആണ്. അപ്പോൾ സെക്കൻഡ് ഈ ഡി എന്ന സ്ട്രിങ്ങിൽ തന്നെ നമുക്ക് ഇ കിടപ്പുണ്ട്. നമ്മൾ ഇ അങ്ങ് വായിച്ചു, ഇ കിട്ടി നമുക്ക്. ഇനി അടുത്ത ഇ കഴിഞ്ഞിരുന്നാൽ അടുത്ത നോട്ട് എന്നത് നമുക്കറിയാം എഫ് ആണ്. എഫ് ഇ കഴിഞ്ഞിരുന്നാൽ അടുത്ത ആ മൂന്നാമത്തെ സ്ട്രിങ് ആകുന്ന ഡിയിൽ തന്നെ കിടപ്പുണ്ട്. അതിൻ്റെ അടുത്ത നോട്ട് എഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എഫ്. അപ്പോൾ നമുക്ക് കിട്ടിയ നോട്ട്സ് എന്ന് പറഞ്ഞാൽ സി ഡി ഇ എഫ്. ഒന്നുകൂടി പറയാം, സി ഡി എഫ്. അടുത്ത നേരെ നമുക്ക് ജിയിലെ അടുത്ത നാലാമത്തെ സ്ട്രിങ്ങിലേക്ക് വരാം. ആ സ്ട്രിങ് ജി ആണ്. ജി എന്ന സ്ട്രിങ്ങിൽ അത് ജി ഓപ്പൺ ആണ്. ജി ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ ഓപ്പൺ സ്ട്രിങ്ങിൽ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ സ്ട്രം ചെയ്യുമ്പോൾ നമ്മളെ ഫിംഗേഴ്സ് ഒന്നും അവിടെ കൊടുക്കണ്ട. ജി. ഒന്നുകൂടി വായിക്കാം, ജി. ഒന്നുകൂടി വായിക്കാം, ജി. അപ്പോൾ ജിയിൽ തന്നെ അടുത്ത നോട്ട് കിടപ്പുണ്ട്. ജി കഴിഞ്ഞിട്ട് ജി ഷാർപ്പ്, അടുത്ത് കഴിഞ്ഞിട്ട് എ നമുക്കത് കിട്ടിക്കഴിഞ്ഞു, എ. അപ്പോൾ അടുത്ത അതിൻ്റെ താഴത്തെ സ്ട്രിങ്ങിൽ ബി എന്ന സ്ട്രിങ്ങിൽ അത് ഓപ്പൺ ബി ആണ്. അപ്പോൾ ബിയിലേക്ക് നമ്മൾ പ്രസ് ചെയ്യാതെ തന്നെ നമ്മൾ വായിക്കുക, ഫിംഗേഴ്സ് ഒന്നും പ്രസ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ബി എന്ന് കിട്ടും, ബി നോട്ട് കിട്ടി. അതിൻ്റെ അടുക്ക തന്നെ ബിക്ക് ഷാർപ്പ് നോട്ടില്ല. അടുത്ത് നമുക്ക് കിട്ടും, അടുത്ത ഫസ്റ്റ് ഫ്രെറ്റിൽ തന്നെ നമ്മൾ കൈവച്ചിട്ട് നമ്മൾ സ്ട്രം ചെയ്താൽ നമുക്ക് കിട്ടും സി എന്ന നോട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇനി തിരിച്ച് വായിക്കട്ടെ. സി സി ബി എ ജി എഫ് ഇ ഡി സി. ഒന്നുകൂടി വായിക്കാം, സി സി ഡി ഇ എഫ് ജി എ ബി സി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും നോട്ട്സ് പഠിക്കാം. കർത്താവ് സഹായിക്കട്ടെ.